ഹലോ, ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ച് ഭാഗമേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ ഒരു നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം പുട്ടുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ കുറ്റിയിലോ അല്ലെങ്കിൽ മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ സാധനത്തിലോ അല്ല വെക്കുന്നത്. ഞാൻ ഇഡലിത്തട്ടിൽ തന്നെ അല്ലാതെ അങ്ങ് തേങ്ങയും ഈ മാവും എല്ലാം കൂടെ ഞെരടി സാധാ പുട്ടിന് കുഴയ്ക്കുന്ന പോലെയൊക്കെ തന്നെ കുഴച്ച് അങ്ങനെ ആവി കയറ്റി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പഴമുണ്ട്, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് കരുതി. പുട്ട് കഴിക്കുന്നത് മോനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ തോരൻ്റെ പരിപാടിയാണ് കേട്ടോ. ഈ ഒരു സംഭവം വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. മറ്റേ ചോപ്പർ ഉണ്ടെങ്കിലും കുറച്ച് വലിച്ചു പിടിക്കണമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ചോപ്പറിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഇതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ തോരൻ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് കാര്യം നടക്കും. ബീട്രൂട്ടാണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അതെല്ലാം പെട്ടെന്ന് ഇതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനങ്ങ് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ മോന് ഫുഡും കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവൻ നേരത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാര്യം എളുപ്പത്തിലാവും കേട്ടോ. തനിയെ കഴിക്കുമെങ്കിൽ നമ്മളിനി നിർബന്ധിച്ച് വാരി കുടിക്കുകയൊന്നും വേണ്ടല്ലോ. പിന്നെ അമ്മ വന്നപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല പഴുത്ത നാട്ടുമാങ്ങ. അപ്പോൾ അതിൽ 3 എടുത്തിട്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കേട്ടോ. അതും കടുവും താളിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താട്ടോ. ചൂടാക്കി എടുത്തിട്ട് ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടി ഓടണം. അതുകൊണ്ട് എല്ലാം ഷടപടേന്ന് കേട്ടോ. രാവിലത്തെ ആ ഒരു ബഹളം എത്ര നേരത്തെ എണീറ്റാലും ഭയങ്കര ഒരു ബഹളം തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് തിരക്ക് കൂടിപ്പോയതിനാൽ ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു പഴമൊക്കെ ഇരുന്നത്, അതൊക്കെ എടുത്ത് സാവകാശം അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ അത്യാവശ്യം ജോലി ഒതുങ്ങിയോണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ടി വി ഒക്കെ നോക്കി അവിടെ ഇരിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ അത് കുറച്ചൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ടി വിയുടെ അടുത്ത് തന്നെ വന്നിരുന്ന് പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാൻ അന്നത്തെ ദിവസം എടുത്തുകൊണ്ട് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇതൊക്കെ. ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. പിന്നെ ഇനി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഇനിയും വേണം. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു ജേർണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ആ ഒരു ടൈം വരെയും ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കേട്ടോ. ഇനി റീച്ച് ഉണ്ടെങ്കിൽ റീച്ച് ഇല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും എനിക്ക് പൊതുവേ ഇങ്ങനെ ആദ്യം വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണ്. എങ്കിലും ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിൽ പോലും ഇപ്പം ഞാൻ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനും ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലേ. പിന്നെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിലെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ ഉറങ്ങത്തില്ല, അങ്ങനെ കിടക്കുക, ഫോൺ നോക്കുക, പിന്നെ അല്ലെങ്കിൽ കുട്ടി കുട്ടി പണികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക, ഇതൊക്കെയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ലേറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ഞാൻ കുളിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് കുഞ്ഞൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കരിപ്പെട്ടി കാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ ഇതിനകത്ത് ഞാൻ ഉപ്പും കുരുമുളക് ജിഞ്ചർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോന് ചെറിയ രീതിക്ക് ചുമയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ കുറച്ച് ടിപ്സ് വെച്ചിട്ട് ഞാൻ ഈ കാപ്പിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ ഇരുന്ന് അവൻ്റെ സ്കൂളിൽ വർത്താനമൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ടാറ്റാ.